നമസ്കാരം, വെൽക്കം ടു സജീസ് ഫ്ലവർ ടൈം. നമ്മൾ മുൻപ് ഒരു ഭാഗമായിട്ട് നമ്മൾ ചെയ്തിരുന്നതാണ് പഴം. നമ്മുടെ ഓണം കഴിഞ്ഞ ഉടനെ നമുക്ക് കിട്ടിയിരുന്ന പഴം ഉപയോഗിച്ചിട്ട് നല്ലൊരു വൈൻ. ആ വൈനുള്ള പ്രത്യേകത എന്ന് വെച്ചാൽ പഴം വൈൻ ഉണ്ടാക്കിയപ്പോൾ നമ്മൾ ശംഖുപുഷ്പം ഇട്ട് ചേർത്തുണ്ടാക്കിയതാണ്. അപ്പോൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുക. കാണാത്തവർ നമ്മുടെ ചാനലിലുണ്ട്, തീർച്ചയായും നിങ്ങൾ കാണണം. അപ്പോൾ ആ വൈൻ നമ്മൾ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഏകദേശം 40-45 ദിവസം എടുത്ത് നമ്മൾ ചെയ്ത വൈൻ അടിപൊളി ടേസ്റ്റ് ആയിട്ടുണ്ട്, വൈനായിട്ടുണ്ട്. അപ്പോൾ നമ്മളൊന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കാറ് കേട്ടോ. വൈൻ നല്ല ക്ലാരിറ്റി ഉണ്ട് കേട്ടോ. നമ്മളൊന്ന് വൈൻ എപ്പോഴും നമ്മൾ എടുത്ത് അരിച്ചതിന് ശേഷം കുറച്ച് ദിവസം വെച്ചിട്ടുണ്ടെങ്കിൽ കൂടുതൽ ക്ലാരിറ്റി ആവും. നല്ല മസ്കിൻ ക്ലോത്ത് അല്ലെങ്കിൽ നമ്മളെ തിന്നായിട്ടുള്ള ഒരു ക്ലോത്തിൽ അരിച്ചതിന് ശേഷം നമുക്കത് എടുക്കാം കേട്ടോ. അപ്പോൾ വൈൻ ഞാൻ അല്പം ഒന്ന് നോക്കി, നല്ല ക്ലാരിറ്റി ഉണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. ഇപ്പോൾ ഞാൻ മിക്സ് ചെയ്തിട്ട് എടുത്തിരിക്കുന്നത്. നമ്മൾ 2 ദിവസം വെച്ചതിന് ശേഷം ഞാൻ കാണിച്ചു തരാം. നല്ല ക്ലാരിറ്റി ആയിരിക്കും, നല്ല ടേസ്റ്റിൻ്റെ വൈസ് ഒന്ന്. നമ്മൾ പിന്നെ പ്രത്യേകിച്ച് എന്ന് വെച്ചാൽ നമ്മുടെ വൈൻ നമ്മൾ ഈസ്റ്റോ മറ്റുള്ള ഒരു ആർട്ടിഫിഷ്യലായിട്ടുള്ള ഒന്നും ഇട്ടിട്ടില്ല. നമ്മൾ നാച്ചുറലായിട്ടുള്ള സാധനങ്ങൾ മാത്രമേ ഇട്ടിട്ടുള്ളൂ. നമ്മൾ സ്പൈസസ് ഇട്ടിട്ടുണ്ട്. സ്പൈസസ് എന്ന് വെച്ചാൽ നെറ്റ്മെഗ്, അത് നമ്മുടെ ജാതിപത്രി, അല്ല പട്ട, ഗ്രാമ്പു, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ മാത്രമേ നമ്മൾ ചേർത്തിട്ടുള്ളൂ. അതാണ് ഇതിൻ്റെ പ്രത്യേകത. നമ്മൾ അപ്പോൾ ഫെർമെൻറ്റേഷൻ നടത്താനും നല്ല ടേസ്റ്റ് കിട്ടാനും വേണ്ടി നമ്മൾ ഇട്ടുന്നത് ഗോതമ്പൊക്കെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ വൈൻ നമ്മുടെ ചാനലിലുണ്ട്, തീർച്ചയായും നിങ്ങളൊന്ന് കാണണം, കണ്ട് നിങ്ങളുടെ ഡൗട്ട് തീർക്കണം കേട്ടോ. അതുപോലെ മറ്റുള്ള കൂടുതൽ ഐറ്റങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ ഇനി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി ഒരു വൈനും കൂടി നമ്മൾ ഇടും. ആ വൈൻ നമുക്ക് എന്തിനാ ന്യൂ ഇയർ ആണ്, ന്യൂ ഇയറിന് വേണ്ടിയിട്ട് എടുക്കാവുന്ന രീതിയിൽ. ഇപ്പം നമ്മൾ എടുത്ത ഈ വൈൻ നമ്മളെന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫ്രൂട്ട്സ് മിക്സ് ചെയ്യാനാണ്. അതായത് നമുക്ക് ക്രിസ്മസിനോടനുബന്ധിച്ച് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വിശേഷങ്ങൾക്ക് വേണ്ടിയുള്ള ഫ്രൂട്ട്സ് മിക്സ് ചെയ്യാൻ എനിക്ക് തോന്നുന്നു പുതിയതായിട്ടുള്ള നമ്മളൊരു പരീക്ഷണമാണ്. ഈ ഡ്രൈ ഫ്രൂട്ട്സ് മിക്സ് ചെയ്യാനായിട്ട് നമ്മൾ വൈനല്ലാതെ ചിലർ ആൽക്കഹോൾ ഉപയോഗിക്കുന്നവരുണ്ട്, മറ്റുള്ള ഓറഞ്ച് ജ്യൂസ് ഉപയോഗിക്കുന്നവരുണ്ട്, കുക്ക് ചെയ്യുന്നവരുണ്ട്. അപ്പം നമ്മൾക്ക് 10-20 ദിവസം കൂടിയുണ്ട്. അതുകൊണ്ട് ഞാൻ വൈനിലാണ് ഇത് നമ്മൾ സോക്ക് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ വൈനിൽ നമ്മുടെ ഫ്രൂട്ട്സ് എല്ലാം വലിച്ച് നല്ല ടേസ്റ്റാവും. ഋഷിയാണ് ഇപ്പോൾ നമ്മൾ വൈനെ പകർത്തി വയ്ക്കുന്നത് കേട്ടോ. അപ്പോൾ നാളേക്ക് നമ്മൾ എടുക്കുകയാണെങ്കിൽ നല്ല ക്ലാരിറ്റി ഉണ്ടാവും കേട്ടോ. ക്ലാരിറ്റിയുള്ള വൈനായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഈ വൈന് എടുത്തതിന് ശേഷം നമ്മൾ എന്താ ഈ ഫ്രൂട്ട്സ് ഉണ്ടല്ലോ, ഈ ഫ്രൂട്ട്സ് നമ്മൾ ചെറുതായിട്ട് നുറുക്കും. ഇത് കട്ട് ചെയ്ത ഫ്രൂട്ട്സ് നമ്മൾ വൈനിൽ സോക്ക് ചെയ്ത് വെക്കുകയാണ് കേട്ടോ. 1 കിലോ ഫ്രൂട്ട്സാണ് നമ്മൾ ചേർത്തിരിക്കുന്നത്. 1 കിലോ ഫ്രൂട്ട്സ് ഡ്രൈ ഫ്രൂട്ട്സ് നമ്മൾ എടുത്തിട്ടുണ്ട്. അതിൽ നമ്മൾ ബെറി എടുത്തിട്ടുണ്ട്, നല്ല റൈസിൻസ് എടുത്തിട്ടുണ്ട്, അതുപോലെ ഫിഗ് എടുത്തിട്ടുണ്ട്, മാംഗോ എടുത്തിട്ടുണ്ട്, ജിഞ്ചർ പീൽ എടുത്തിട്ടുണ്ട്, മിക്സ് ഫ്രൂട്ട്സ് എടുത്തിട്ടുണ്ട്, നല്ല സ്ട്രോബെറി എടുത്തിട്ടുണ്ട്. ഇതിന് നമ്മൾ ഒരേ യൂണിറ്റിൽ നമ്മൾ കട്ട് ചെയ്യണം. പിന്നെ നട്ട്സ് നമ്മൾ ചേർക്കുന്നുണ്ട്. നട്ട്സ് നമ്മൾ ഇപ്പോൾ കുതിർത്ത് ചേർക്കേണ്ട ആവശ്യമില്ല, അതുകൊണ്ട് നട്ട്സ് നമ്മൾ പിന്നീട് ചേർക്കും. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ വൈൻ, ഹോം മെയ്ഡ് വൈനിൽ കുതിർത്ത നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ്, ആ ഡ്രൈ ഫ്രൂട്ട്സിലാണ് നമ്മൾ കേക്ക് അടിക്കുക. അപ്പോൾ കേക്ക് അടിക്കുന്നതിൽ നമ്മൾ പുതുമയുണ്ട്. അപ്പോൾ കൂടുതൽ ഐറ്റം നമ്മൾ മുൻപൊക്കെ കേക്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ കേക്കെല്ലാം നിങ്ങൾ കാണണം, നിങ്ങളുടെ അഭിപ്രായം പറയാൻ മറക്കല്ലേ. അപ്പോൾ ഇതാണ് നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് കേട്ടോ. ഡ്രൈ ഫ്രൂട്ട്സ് നമ്മൾ ഇത്ര ഡ്രൈ ഫ്രൂട്ട്സാണ് ചേർത്തത്. ഇനി നട്ട്സ് ഉള്ള സാധനങ്ങൾ, അതായത് നമ്മുടെ കാഷ്യൂനട്ട്, വാൽനട്ട്, അങ്ങനെയുള്ള നട്ട്സുകൾ അല്ലെങ്കിൽ കശുവണ്ടി, ഇതെല്ലാം നമ്മൾ പിന്നീട് ചേർക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ സോക്ക് ചെയ്യാൻ വേണ്ടി ഇതാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. ഈ ജിഞ്ചർ പീലും സാധനങ്ങളൊക്കെ നമുക്ക് കുറച്ചും കൂടി സാധനങ്ങളൊക്കെ കിട്ടാനുണ്ട്. നമ്മൾ ഓറഞ്ച് പീലൊക്കെ ഉപയോഗിക്കും, അല്ലെങ്കിൽ ഓറഞ്ച് പീൽ നമുക്ക് ഫ്രഷായിട്ട് സെറ്റ്സ് നമുക്ക് ഗ്രേറ്റ് ചെയ്തിടാം. അപ്പോൾ നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്യാനുള്ള സാധനങ്ങൾ എടുക്കാം. നമ്മൾ ആദ്യം ഒന്ന് ഒരു പ്രാവശ്യം അരിച്ചെടുത്ത് പിന്നെ നമ്മൾ ചെറിയ അരിപ്പയിലിട്ട് അരിക്കുക കേട്ടോ. അതിന് വേണ്ടിയാണ് ഇപ്പോൾ നമ്മളിങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അത് നമ്മൾ ഫ്രൂട്ട്സ് ഋഷി കട്ട് ചെയ്യണം കേട്ടോ. കട്ട് ചെയ്യുന്നത് ഇത് ബ്ലാക്ക് ബെറി എന്നാണ് പറയുന്നത്. ഇത് പ്രൂൺ പോലെയുണ്ട്, പക്ഷേ ആ ബെറി നമ്മൾ ഇത് സ്കാൻ ചെയ്ത് നോക്കുമ്പോഴും ബെറിയാണ് കേട്ടോ. അപ്പോൾ നമ്മളൊരു കളർഫുൾ ആവാൻ വേണ്ടിയിട്ട്, നമ്മുടെ കേക്ക് കളർഫുൾ ആവാൻ വേണ്ടി, ടേസ്റ്റ് ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടി നമ്മൾ ബെറിയാണ് ഉപയോഗിച്ചിട്ടിരിക്കുന്നത് കേട്ടോ. അതുപോലെ നമ്മൾ ടൂട്ടി ഫ്രൂട്ടി ഉപയോഗിക്കുന്നില്ല. ടൂട്ടി ഫ്രൂട്ടി പകരം നമ്മൾ ഇതൊക്കെ കളർ ചേർത്താണ്. 2 തരത്തിലുള്ള കിവി ഉണ്ട്, അത് കളർ ചേർത്തത് തന്നെയാണ് കേട്ടോ. അതും കൂടി ഉപയോഗിക്കുന്നുണ്ട്. റൈസിൻസ്, ബ്ലാക്ക് റൈസിൻസ്, ബ്ലാക്ക് കറൻസ്, ഇതും കൂടി കേട്ടോ. അതായത് നമ്മൾ ഡേറ്റ്സ് ഉണ്ട് കേട്ടോ. ഡേറ്റ്സ് കുരോട് കൂടിയാണ്. നമ്മളെല്ലാം ഒന്ന് കട്ട് ചെയ്തൊരു യൂണിറ്റ് ആക്കാനായിട്ട് കട്ട് ചെയ്യണം. കട്ട് ചെയ്തിട്ട് വേണം നമുക്ക് ഇത് കുതിർത്ത് വയ്ക്കാനായിട്ട്. നല്ല
സൂപ്പർ വൈനാണ്. തീർച്ചയായും നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഈ വൈൻ ഉപയോഗിച്ചിട്ടുള്ള നമ്മുടെ പ്ലം കേക്ക് ഉണ്ട്, അത് നമ്മളൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കുകയാണ്. നമ്മൾ മുന്നേ പറഞ്ഞ പോലെ തന്നെ തീർച്ചയായും നിങ്ങളെല്ലാവരും ഉണ്ടാക്കണം. പക്ഷെ നമ്മൾ ചേർത്തിട്ട് നമ്മൾ പ്രത്യേകത എന്തായിരുന്നു വെച്ചാൽ ബനാന തന്നെയല്ല, ബനാനയുടെ ഒപ്പം നമ്മൾ ചേർത്തിരുന്ന എന്താ പറയുക ശംഖുപുഷ്പം, അതിൻ്റെ കളറൊന്നും ഇതിൽ കാണുന്നില്ല കേട്ടോ, അതൊക്കെ മാറിപ്പോയി. നമ്മൾ ബ്ലൂ വാട്ടറാണ് അതിൽ ഉപയോഗിച്ചിരുന്നത് ശംഖുപുഷ്പത്തിൻ്റെ. അപ്പോൾ അതിൻ്റേതായ ഗുണങ്ങളൊക്കെ ഇതിന് ചേർത്തിട്ടുണ്ട്. നമ്മൾ ചേർത്തിരുന്ന പൂവമ്പഴമായിരുന്നു. അപ്പോൾ നിങ്ങളുടെ നമ്മൾ മുന്നത്തെ ആ ചാനൽ കണ്ടിട്ട് ആ ലിങ്കിൽ നിങ്ങൾ പോയി കാണണം എങ്ങനെ ബനാന വൈൻ ഉണ്ടാക്കുക എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ റിസൾട്ടാണിത്. അടിപൊളി വൈനാണ്. അപ്പോൾ നമുക്ക് ഇനി ഇത് ഉപയോഗിച്ച് മിക്സ് ചെയ്യാം, ഫ്രൂട്ട്സ് മിക്സ് ചെയ്യാം. നമ്മൾ കട്ട് ചെയ്ത് ചെറുതാക്കിയിട്ടുണ്ട് കേട്ടോ, നട്ട്സ് ഒഴിച്ച് എല്ലാം ഇട്ടിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിൽ സെറ്റ്സ് ഇടണം, അതായത് നാരങ്ങയുടെ തൊലി ഒക്കെ ഇടണം കേട്ടോ. അത് നമ്മൾ പിന്നീട് ഇടും. നമ്മൾ നോർമലായിട്ട് ചെയ്യുന്ന പോലെ ആൽക്കഹോളിക് ആണെങ്കിൽ നമ്മൾ ഫ്രൂട്ട്സ് ജ്യൂസിലാണെങ്കിലും നമ്മൾ മിക്സ് ചെയ്ത് വയ്ക്കാറുണ്ട് ഫ്രൂട്ട്സ്. 1 മാസം 2 മാസം പലരും പല രീതിയിൽ നമ്മൾ സ്മോൾ ക്വാണ്ടിറ്റി, അത് ചെറിയൊരു കേക്ക് നിർമ്മാണമുള്ളൂ നമുക്ക്, നമ്മുടെ ഹോം പർപ്പസിന് മാത്രം, നമ്മൾ സെയിലിനൊന്നുമല്ല. അതുകൊണ്ട് നല്ല ഇനി ഇതിൽ നമുക്ക് ചേർക്കാൻ എനിക്ക് താല്പര്യമുള്ളൊരു ഫ്രൂട്ട്സ് ഫിഗായിരുന്നു. ഇത്തിരി എക്സ്പെൻസീവാണ് ആ ഫിഗ്. പക്ഷേ ഈ ഫ്രൂട്ട്സിലെല്ലാം കളറ് ചേർത്താണ് കേട്ടോ. നമുക്ക് ഇങ്ങനത്തെയാണ് അവൈലബിൾ. കളറ് ചേർത്തുകൊണ്ട് ആർട്ടിഫിഷ്യലായിട്ടുള്ള മറ്റൊരു കളറൊന്നും നമ്മൾ ചേർക്കില്ല. നമ്മുടെ ഈ ഫ്രൂട്ട്സൊക്കെ കണ്ടോ, കിവിയൊക്കെ ശരിക്കും നന്നായിട്ട് ഗ്രീൻ കളർ ചേർത്തിട്ടുണ്ട്. അതുപോലെ കളർ ചേർക്കാത്ത കിവി ഉണ്ട് കേട്ടോ. അതുപോലെ മറ്റുള്ള മിക്സ് ഫ്രൂട്ട്സ് വേറെയുണ്ട്. ഇത് കണ്ടോ, സ്ട്രോബെറി നാച്ചുറൽ കളറൊന്നുമല്ല, ഇത് ഒത്തിരി കളർ ചേർത്തിട്ടുണ്ട്. എന്തായാലും നമ്മളിങ്ങനെ കട്ട് ചെയ്ത് ഒരു യൂണിറ്റി രീതിയിലാക്കിയിട്ടുണ്ട് കേട്ടോ ഫ്രൂട്ട്സ്. അപ്പോൾ ഒരു ഈവൻ ഒരേ രീതിയിൽ എത്താനായിട്ട് നമുക്ക് ഇത് നല്ലതാണ്. നമ്മൾ ഇത് വൈൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഈ വൈനിൽ നല്ല മധുരമുണ്ട്. അപ്പോൾ നമ്മൾ ഷുഗർ ചേർക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് കേട്ടോ, കാരണം ഇതെല്ലാം ഷുഗർ ആഡഡ് ഡ്രൈ ഫ്രൂട്ട്സാണ്. അപ്പോൾ നമ്മൾ സാധാരണ ചേർക്കുന്ന ഇതിലും അല്പം കുറവാണ് നമ്മൾ ചേർക്കുള്ളൂ. ഇനി നമുക്ക് ഫ്രൂട്ട്സ് മിക്സ് ചെയ്തിട്ട് വൈൻ ഒഴിക്കാം. ഇത് ജിഞ്ചർ പീലാണ് കേട്ടോ, ജിഞ്ചർ പീൽ. ബ്ലാക്ക് റൈസീസ് നമ്മൾ കേക്ക് കട്ട് ചെയ്യുമ്പോഴൊക്കെ ഒരു നല്ല ഭംഗി കിട്ടാൻ വേണ്ടി നമ്മൾ കളർഫുള്ളായിട്ടുള്ള ഇങ്ങനത്തെ മിക്സർ ബാലൻസ് ചെയ്ത കളറ് ഉള്ള ഫ്രൂട്ട്സ് ചേർക്കുന്നത് നന്നായി. നമ്മൾ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ, ഇത്ര മതി. അതായത് 500 മില്ലിയോളം നമ്മൾ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ കുതിർത്ത് നന്നായി മിക്സ് ചെയ്യുക. സ്പൈസസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ മിക്സ് ചെയ്ത് വയ്ക്കാം. അങ്ങനെ സാധാരണ ഞാൻ സിനമൺ പൗഡറൊക്കെയാണ് ഇടാറ് കേട്ടോ. അപ്പോൾ ഒന്നുകൂടി മിക്സ് ചെയ്യും. അത് മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് നല്ലൊരു ഭരണി അല്ലെങ്കിൽ നല്ല കവർ ചെയ്തിട്ട് എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം വലിച്ച് നല്ല ടേസ്റ്റാവും. ഭരണിയിൽ അത് കവർ ചെയ്ത് വയ്ക്കുകയാണ്. ഫ്രൂട്ട്സൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കുറച്ചും കൂടി വൈൻ നമ്മൾ ഒഴിക്കുകയാണ് കേട്ടോ. അതൊന്ന് കവർ ചെയ്ത് കിടന്നോളൂ. നമ്മളിത് ഉണ്ടാക്കാൻ നേരത്തെ നമ്മൾ ഉപയോഗിക്കുള്ളൂ. ഏകദേശം 1 കിലോ തന്നെ ഉണ്ട്. അപ്പോൾ നമുക്കറിയാമല്ലോ, അതിനുള്ള കേക്ക് നമ്മൾ അടിക്കാം, അല്ല മറ്റുള്ള എന്ത് വേണമെങ്കിലും നമ്മൾ ഇത് ഉപയോഗിക്കാം. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു 10-25 ദിവസത്തിന് ശേഷമേ നമ്മൾ എടുക്കുകയുള്ളൂ. ക്രിസ്മസിന് വേണ്ടി അല്ലെങ്കിൽ ന്യൂ ഇയറിന് വേണ്ടി കേക്ക് ഉണ്ടാക്കുമ്പോഴാണ് നമ്മളിത് എടുക്കുക. അപ്പോൾ അത്രയും നേരം ഇത് വലിച്ച് നല്ല ഫ്ലേവറാവും കേട്ടോ. അപ്പോൾ നമ്മളിന്ന് വൈന് ഊറ്റിയെടുത്തു. ആ വൈൻ ഉപയോഗിച്ച് ഡ്രൈ ഫ്രൂട്ട്സ് മിക്സ് ചെയ്തു. ഇത് നമുക്ക് കേക്ക് ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കാം ഒരു 10-20-25 ദിവസം കഴിഞ്ഞതിന് ശേഷം. അപ്പോൾ തീർച്ചയായും നിങ്ങളെല്ലാവരും ഇതൊന്ന് കണ്ടു നോക്കണം. നമ്മുടെ ചാനലിലുള്ള മറ്റുള്ള ഐറ്റങ്ങളെല്ലാം നിങ്ങൾ കണ്ട് നിങ്ങളുടെ അഭിപ്രായം പറയാൻ മറക്കല്ലേ. താങ്ക് യു ടു എവരിബഡി. സജീസ് ഫ്ലവർ ബൈ.